വെൽക്കം ടു വൈൽഡ് മാലോ. 2024 കേരളവുമായി ബന്ധപ്പെട്ട ഇയർ എൻഡ് കറണ്ട് അഫയേഴ്സിന്റെ ഫൈനൽ പാർട്ട് വീഡിയോ ആണിത്. PDF വേണ്ടവര് ഇൻസ്റ്റാഗ്രാമോ ഇമെയിലോ ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ടെസ്റ്റ് ദ്രാവിഡ ഭാഷകൾക്കായി തയ്യാറാക്കിയ ഓൺലൈൻ നിഘണ്ടു സമം. ദ്രാവിഡ ഭാഷകൾക്കായി തയ്യാറാക്കിയ ഓൺലൈൻ നിഘണ്ടു സമം. ഫോക്സ് പുറത്തിറക്കിയ 2024 ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക റീജിയണൽ റൂറൽ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക്. ഫോക്സ് പുറത്തിറക്കിയ 2024 ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക റീജിയണൽ റൂറൽ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക്. ആക്രി കച്ചവടത്തിന്റെ മറവിൽ നടക്കുന്ന കോടികളുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ സംസ്ഥാന GST വകുപ്പ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ പാം ട്രീ. ആക്രി കച്ചവടത്തിന്റെ മറവിൽ നടക്കുന്ന കോടികളുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ സംസ്ഥാന GST വകുപ്പ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ പാം ട്രീ. കുട്ടികളുടെ നൂതന സംരംഭ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി മൈൻഡ് ബ്ലോവേഴ്സ്. കുട്ടികളുടെ നൂതന സംരംഭ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി മൈൻഡ് ബ്ലോവേഴ്സ്. പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് ഇ സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനം കേരളം. രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് ഇ സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനം കേരളം. പ്രശസ്ത ഗദ്ദിക കലാകാരനും കേരള ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാനുമായ PK കാളന്റെ സ്മരണയ്ക്കായി കേരള സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരം നേടിയത് K കുമാരൻ. പ്രശസ്ത ഗദ്ദിക കലാകാരനും കേരള ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാനുമായ PK കാളന്റെ സ്മരണയ്ക്കായി കേരള സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരം നേടിയത് K കുമാരൻ. അമിതഭാരം കയറ്റി വരുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായി സംസ്ഥാന വിജിലൻസ് ആരംഭിച്ച മിന്നൽ പരിശോധനയ്ക്ക് നൽകിയ പേര് ഓപ്പറേഷൻ ഓവർലോഡ്. അമിതഭാരം കയറ്റി വരുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായി സംസ്ഥാന വിജിലൻസ് ആരംഭിച്ച മിന്നൽ പരിശോധനയ്ക്ക് നൽകിയ പേര് ഓപ്പറേഷൻ ഓവർലോഡ്. ഇസാഫ് ഫൗണ്ടേഷന്റെ സ്ത്രീരത്ന ദേശീയ പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ ടെസി തോമസ്. ഇസാഫ് ഫൗണ്ടേഷന്റെ സ്ത്രീരത്ന ദേശീയ പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ ടെസി തോമസ്. പോർച്ചുഗലിലെ പ്രധാന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയായ ഫണ്ടസ് പോർട്ടോ ചലച്ചിത്രമേളയുടെ 44ാമത് എഡിഷനിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൊവിനോ തോമസ്. ചിത്രം അദൃശ്യജാലകങ്ങൾ. പോർച്ചുഗലിലെ പ്രധാന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയായ ഫണ്ടസ് പോർട്ടോ ചലച്ചിത്രമേളയുടെ 44ാമത് എഡിഷനിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൊവിനോ തോമസ്. ചിത്രം അദൃശ്യജാലകങ്ങൾ. ജനങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ അരി ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി കെയറൈസ്. ജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ അരി ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി കെയറൈസ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷനിൽ കമ്മീഷണറായി ചുമതലയേറ്റ മലയാളി AS രാജി. കേന്ദ്ര വിജിലൻസ് കമ്മീഷനിൽ കമ്മീഷണറായി ചുമതലയേറ്റ മലയാളി AS രാജി. 2024 50 ആണ്ട് പൂർത്തിയാകുന്ന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ രണ്ടാമത്തെ മുഖപത്രം യോഗനാഥം. 2024 50 ആണ്ട് പൂർത്തിയാകുന്ന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ രണ്ടാമത്തെ മുഖപത്രം യോഗനാഥം. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത മേള വിദ്വാൻ കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത മേള വിദ്വാൻ കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ. വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമൺ മലനിരകളിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സസ്യം ലിറ്റ്സിയ വാഗമണിക. വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമൺ മലനിരകളിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സസ്യം ലിറ്റ്സിയ വാഗമണിക. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനുകൾക്കെല്ലാം കൂടി പൊതുവായി നൽകിയ പേര് ഓപ്പറേഷൻ ലൈഫ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനുകൾക്കെല്ലാം കൂടി പൊതുവായി നൽകിയ പേര് ഓപ്പറേഷൻ ലൈഫ്. അടുത്തിടെ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ സൂപ്രണ്ട് മേരി രത്നാഭായ്. അടുത്തിടെ അന്തരിച്ച കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ സൂപ്രണ്ട് മേരി രത്നാഭായ്. കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക ഉന്നമനത്തിനായി ADS വഴി നടപ്പിലാക്കുന്ന പദ്ധതി എന്നിടം. കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക ഉന്നമനത്തിനായി ADS വഴി നടപ്പിലാക്കുന്ന പദ്ധതി എന്നിടം. കേരള ബാങ്കിൽ അക്കൗണ്ട് ഉപയോഗിക്കുന്നവർക്ക് മറ്റു വാണിജ്യ ബാങ്കുകൾ നൽകുന്ന എല്ലാ ഡിജിറ്റൽ സൗകര്യങ്ങളും ഉറപ്പാക്കുന്ന മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷൻ KB പ്രൈം. കേരള ബാങ്കിൽ അക്കൗണ്ട് ഉപയോഗിക്കുന്നവർക്ക് മറ്റു വാണിജ്യ ബാങ്കുകൾ നൽകുന്ന എല്ലാ ഡിജിറ്റൽ സൗകര്യങ്ങളും
ഉറപ്പാക്കുന്ന മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷൻ KB പ്രൈം. 2024 വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം കുടുംബശ്രീ. 2024 വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം കുടുംബശ്രീ. കാപ്പ ചുമത്തിയവരെയും പിടികിട്ടാപ്പുള്ളികളെയും പിടികൂടുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ ആഗ്. കാപ്പ ചുമത്തിയവരെയും പിടികിട്ടാപ്പുള്ളികളെയും പിടികൂടുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ ആഗ്. കപ്പലുകളെ തകർക്കുന്ന ബോംബുകളെ കണ്ടെത്താനും നിർവീര്യമാക്കാനും കെൽട്രോൺ നിർമ്മിച്ച സംവിധാനം മരീച്ച്. കപ്പലുകളെ തകർക്കുന്ന ബോംബുകളെ കണ്ടെത്താനും നിർവീര്യമാക്കാനും കെൽട്രോൺ നിർമ്മിച്ച സംവിധാനം മരീച്ച്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ കലാമേളയായ അരങ്ങ് 2024 വേദി പീലിക്കോട്, കാസർഗോഡ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ കലാമേളയായ അരങ്ങ് 2024 വേദി പീലിക്കോട്, കാസർഗോഡ്. SCERTയുടെ പുതുക്കിയ പാഠപദ്ധതി പ്രകാരം തയ്യാറാക്കപ്പെട്ട പാഠഭാഗങ്ങൾക്ക് അനുസൃതമായി പരിഷ്കരിച്ച പോർട്ടൽ സമഗ്ര പ്ലസ് പോർട്ടൽ. SCERTയുടെ പുതുക്കിയ പാഠപദ്ധതി പ്രകാരം തയ്യാറാക്കപ്പെട്ട പാഠഭാഗങ്ങൾക്ക് അനുസൃതമായി പരിഷ്കരിച്ച പോർട്ടൽ സമഗ്ര പ്ലസ് പോർട്ടൽ. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല കണ്ണൂർ. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല കണ്ണൂർ. 2024 ജൂണിൽ അന്തരിച്ച പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ BRP ഭാസ്കർ. 2024 ജൂണിൽ അന്തരിച്ച പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ BRP ഭാസ്കർ. 2024 മെയ്യിൽ അന്തരിച്ച മാങ്ങാട് നടേശൻ ഏത് മേഖലയിലാണ് പ്രശസ്തനായത്? കർണാടക സംഗീതം. 2024 മെയ്യിൽ അന്തരിച്ച മാങ്ങാട് നടേശൻ ഏത് മേഖലയിലാണ് പ്രശസ്തനായത്? കർണാടക സംഗീതം. 2025 ജനുവരി 1 ശേഷം മുഴുവൻ അധ്യാപകർക്കും പരിശീലനം ലഭിച്ച ആദ്യ സംസ്ഥാനം കേരളം. 2025 ജനുവരി 1 ശേഷം മുഴുവൻ അധ്യാപകർക്കും പരിശീലനം ലഭിച്ച ആദ്യ സംസ്ഥാനം കേരളം. 2024 4ാമത് ലോക കേരള സഭയുടെ വേദി തിരുവനന്തപുരം. 2024 4ാമത് ലോക കേരള സഭയുടെ വേദി തിരുവനന്തപുരം. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ MP ആകുന്ന നേതാവ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് കൊടിക്കുന്നിൽ സുരേഷ്. 8 തവണയാണ് മാവേലിക്കരയിൽ നിന്നാണ്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ MP ആകുന്ന നേതാവ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് കൊടിക്കുന്നിൽ സുരേഷ്. 8 തവണ മാവേലിക്കരയിൽ നിന്നാണ് MP ആയത്. ഉഷ്ണതരംഗം പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ആദ്യ ജില്ല പാലക്കാട്. 2ാമത് തൃശൂര്. ഉഷ്ണതരംഗം പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ആദ്യ ജില്ല പാലക്കാട്. 2ാമത് തൃശൂര്. 2024 മെയ് 6 അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകൻ ഹരികുമാർ. 2024 മെയ് 6 അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകൻ ഹരികുമാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറം. കേരളത്തിലെ വീടുകളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന സ്ഥാപനം കുടുംബശ്രീ. കേരളത്തിലെ വീടുകളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന സ്ഥാപനം കുടുംബശ്രീ. പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ മഞ്ഞപ്പൊട്ടുവാലൻ ഏത് ജീവിവർഗത്തിൽ പെടുന്നു? പാമ്പ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ മഞ്ഞപ്പൊട്ടുവാലൻ ഏത് ജീവിവർഗത്തിൽ പെടുന്നു? പാമ്പ്. ഉപരിപഠനത്തിന് അർഹത ഉണ്ടായിട്ടും ആഗ്രഹിച്ച കോഴ്സിന് പ്രവേശനം ലഭിക്കാത്തവർക്ക് ഏത് പ്രായത്തിലും ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് +2 നേടുവാനുള്ള കേരള സർക്കാർ പദ്ധതി സ്കോർ കേരള. ഉപരിപഠനത്തിന് അർഹത ഉണ്ടായിട്ടും ആഗ്രഹിച്ച കോഴ്സിന് പ്രവേശനം ലഭിക്കാത്തവർക്ക് ഏത് പ്രായത്തിലും ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് +2 നേടുവാനുള്ള കേരള സർക്കാർ പദ്ധതി സ്കോർ കേരള. കേരളത്തിൽ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന്? 2024 ഏപ്രിൽ 26. കേരളത്തിൽ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? 2024 ഏപ്രിൽ 26. യുനെസ്കോയുടെ സാഹിത്യ നഗര പദ്ധതി കൈവരിച്ച ആദ്യ ഇന്ത്യൻ നഗരം കോഴിക്കോട്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദ്ധതി കൈവരിച്ച ആദ്യ ഇന്ത്യൻ നഗരം കോഴിക്കോട്. സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതി സ്നേഹസാന്ത്വനം. സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതി സ്നേഹസാന്ത്വനം. പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം രൂപ വരെ വരുമാന പരിധിയിലുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതി വാത്സല്യനിധി പദ്ധതി.
പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1,00,000 രൂപ വരെ വരുമാന പരിധിയിലുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതി വാത്സല്യനിധി പദ്ധതി. പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി വാത്സല്യനിധി പദ്ധതി. പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി വാത്സല്യനിധി പദ്ധതി. ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് കേരള സാമൂഹിക നീതി വകുപ്പ് സാമൂഹിക സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് വിദ്യാജ്യോതി പദ്ധതി. ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് കേരള സാമൂഹിക നീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് വിദ്യാജ്യോതി പദ്ധതി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി മിഠായി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി മിഠായി. മൺസൂൺ ക്രോപ്സ് ബയോബ്ലിറ്റ് 2024 നടപ്പിലാക്കുന്നത് ആര്? കേരള വന ഗവേഷണ കേന്ദ്രം. മൺസൂൺ ക്രോപ്സ് ബയോബ്ലിറ്റ്സ് 2024 നടപ്പിലാക്കുന്നത് ആരാണ്? കേരള വന ഗവേഷണ കേന്ദ്രം. കേരളത്തിലെ ആദ്യ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? തൃശൂർ. കേരളത്തിലെ ആദ്യ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? തൃശൂർ. സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതി ജീവാനന്ദം പദ്ധതി. സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതി ജീവാനന്ദം പദ്ധതി. ആരോഗ്യകിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ്? 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ. ആരോഗ്യകിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ്? 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ. ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനമാണ്? കേരളം. ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനമാണ്? കേരളം. ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്? ജനനി ജന്മരക്ഷ. ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്? ജനനി ജന്മരക്ഷ. ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷനാരാണ്? ശ്രീ പിണറായി വിജയൻ. ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷനാരാണ്? ശ്രീ പിണറായി വിജയൻ. തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാൻ. തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാൻ. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി സ്നേഹപൂർവം. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി സ്നേഹപൂർവം. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ശലഭം. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ശലഭം. സമൂഹത്തിൽ വിവിധ തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്തു നിന്ന് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? കാതോർത്ത് പദ്ധതി. സമൂഹത്തിൽ വിവിധ തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്തു നിന്ന് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? കാതോർത്ത് പദ്ധതി. പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി നയനാമൃതം പദ്ധതി. പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപ്പതി നിയന്ത്രിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി നയനാമൃതം പദ്ധതി. കേരള സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാടിക്ക് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച നൂതന പദ്ധതി വയോമിത്രം. കേരള സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാടികൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച നൂതന പദ്ധതി വയോമിത്രം. ശുചിത്വ മാലിന്യ സംസ്കരണം, ജലവിഭവ സംരക്ഷണം,
കാർഷിക മേഖലയുടെ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതിന് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഹരിത കേരള മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? KJ യേശുദാസ്. ശുചിത്വ, മാലിന്യ സംസ്കരണം, ജലവിഭവ സംരക്ഷണം, കാർഷിക മേഖലയുടെ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതിന് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഹരിത കേരള മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? KJ യേശുദാസ്. 2024 പ്രഖ്യാപിച്ച 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ ഫിലിം ആയി തെരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏതാണ്? ആട്ടം. 2024 പ്രഖ്യാപിച്ച 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ ഫിലിമായി തെരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏതാണ്? ആട്ടം. മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി താലോലം. മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? താലോലം. അടുത്തിടെ 109ാം വയസ്സിൽ അന്തരിച്ച പാപ്പമ്മാൾ ഏത് നിലയിൽ പ്രശസ്തി നേടിയ വനിതയാണ്? ജൈവ കർഷക. അടുത്തിടെ 109ാം വയസ്സിൽ അന്തരിച്ച പാപ്പമ്മാൾ ഏത് നിലയിൽ പ്രശസ്തി നേടിയ വനിതയാണ്? ജൈവ കർഷക. രാജ്യത്തെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? കെൽട്രോൺ കമ്പോണന്റ് കോംപ്ലക്സ് ലിമിറ്റഡ്, കണ്ണൂർ. രാജ്യത്തെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? കെൽട്രോൺ കമ്പോണന്റ് കോംപ്ലക്സ് ലിമിറ്റഡ്, കണ്ണൂർ. നഗരസഭകളുടെ പ്രവർത്തന മികവ് അടിസ്ഥാനമാക്കിയുള്ള 2024 അർബൻ ഗവേൺസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. നഗരസഭകളുടെ പ്രവർത്തന മികവ് അടിസ്ഥാനമാക്കിയുള്ള 2024 അർബൻ ഗവേൺസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. കേരളത്തിലെ ഏത് ജില്ലാ പഞ്ചായത്താണ് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന ജീവിത പങ്കാളികളെ കണ്ടെത്താനുള്ള അക്ഷയ മാട്രിമോണി സജ്ജമാക്കിയത്? കാസർഗോഡ്. കേരളത്തിലെ ഏത് ജില്ലാ പഞ്ചായത്താണ് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന ജീവിത പങ്കാളികളെ കണ്ടെത്താനുള്ള അക്ഷയ മാട്രിമോണി സജ്ജമാക്കിയത്? കാസർഗോഡ്. അന്താരാഷ്ട്ര കാലിഗ്രാഫി ഫെസ്റ്റിവലിന്റെ 2ാം എഡിഷൻ എവിടെയാണ് നടന്നത്? കൊച്ചി. അന്താരാഷ്ട്ര കാലിഗ്രാഫി ഫെസ്റ്റിവലിന്റെ 2ാം എഡിഷൻ എവിടെയാണ് നടന്നത്? കൊച്ചി. പട്ടികവർഗ യുവാക്കൾക്ക് സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കാനും അവരെ സ്വയം പര്യാപ്തമാക്കാനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി KTIC. പട്ടികവർഗ യുവാക്കൾക്ക് സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കാനും അവരെ സ്വയം പര്യാപ്തമാക്കാനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി KTIC. ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നത് കുട്ടികൾ കാണാനിടയാകുന്നത് പോക്സോ കുറ്റത്തിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രസ്താവിച്ച കോടതി കേരള ഹൈക്കോടതി. ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നത് കുട്ടികൾ കാണാനിടയാകുന്നത് പോക്സോ കുറ്റത്തിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രസ്താവിച്ച കോടതി കേരള ഹൈക്കോടതി. ഉപേക്ഷിക്കാൻ തീരുമാനിച്ച 14 വർഷത്തിന് ശേഷം കമ്മീഷൻ ചെയ്ത കേരളത്തിലെ ജലവൈദ്യുത പദ്ധതി തൊട്ടിയാർ. ഉപേക്ഷിക്കാൻ തീരുമാനിച്ച് 14 വർഷത്തിന് ശേഷം കമ്മീഷൻ ചെയ്ത കേരളത്തിലെ ജലവൈദ്യുത പദ്ധതി തൊട്ടിയാർ. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള 5ാമത് ദേശീയ ജലശക്തി അവാർഡ് നേടിയത് പുല്ലമ്പാറ, തിരുവനന്തപുരം. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള 5ാമത് ദേശീയ ജലശക്തി അവാർഡ് നേടിയത് പുല്ലമ്പാറ, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യ ഔഷധ സസ്യ സംസ്കരണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെ? മറ്റത്തൂർ, തൃശൂർ. ഇന്ത്യയിലെ ആദ്യ ഔഷധ സസ്യ സംസ്കരണ കേന്ദ്രം നിലവിൽ വരുന്നത് മറ്റത്തൂർ, തൃശൂർ. സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി രജിസ്ട്രേഷൻ മേഖലയിൽ സമ്പൂർണ്ണ ഇ സ്റ്റാമ്പിംഗ് സേവനം നിലവിൽ വരുന്ന ആദ്യ സംസ്ഥാനം കേരളം. സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി രജിസ്ട്രേഷൻ മേഖലയിൽ സമ്പൂർണ്ണ ഇ സ്റ്റാമ്പിംഗ് സേവനം നിലവിൽ വരുന്ന ആദ്യ സംസ്ഥാനം കേരളം. ഏതെല്ലാം ആദിവാസി നൃത്ത രൂപങ്ങളാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മത്സര ഇനങ്ങളിലായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മാവിലരുടെയും മലവേട്ടവരുടെയും മംഗലംകളി, പണിയ നൃത്തം, ഇരുള നൃത്തം, പളിയന നൃത്തം, മലയപ്പുലയരുടെ ആട്ടം. ഏതെല്ലാം ആദിവാസി നൃത്തരൂപങ്ങളാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മത്സര ഇനങ്ങളിലായി ഉൾപ്പെടുത്തിയത്? മാവിലരുടെയും മലവേട്ടവരുടെയും മംഗലംകളി, പണിയന നൃത്തം, ഇരുള നൃത്തം, പളിയന നൃത്തം, മലയപ്പുലയരുടെ ആട്ടം. പാലക്കാട് അകത്തേത്തറയിലെ ശബരി ആശ്രമത്തിലെ 1 വർഷം നീണ്ട ശതാബ്ദി ആഘോഷങ്ങൾ 2024 ഒക്ടോബർ 1 സമാപിച്ചു. ശബരി ആശ്രമത്തിന്റെ സ്ഥാപകൻ ആരാണ്? TR കൃഷ്ണസ്വാമി അയ്യർ. പാലക്കാട് അകത്തേത്തറയിലെ ശബരി ആശ്രമത്തിലെ 1 വർഷം നീണ്ട ശതാബ്ദി ആഘോഷങ്ങൾ 2024 ഒക്ടോബർ 1 സമാപിച്ചു. ശബരി ആശ്രമത്തിലെ സ്ഥാപകൻ ആരാണ്? TR കൃഷ്ണസ്വാമി അയ്യർ. ഓസോൺ പാളിയുടെ നിരീക്ഷണത്തിനും ഗവേഷണങ്ങൾക്കുമായുള്ള നാസയുടെ ഷാഡോസ് കേന്ദ്രത്തിന് കേരളത്തിൽ അനുമതി ലഭിച്ചത് എവിടെ? കൊച്ചി. ഓസോൺ പാളിയുടെ നിരീക്ഷണത്തിനും ഗവേഷണങ്ങൾക്കുമായുള്ള നാസയുടെ ഷാഡോസ് കേന്ദ്രത്തിന് കേരളത്തിൽ അനുമതി ലഭിച്ചത് കൊച്ചി. ലോകത്തെ ആദ്യ സെൽഫ് പവേർഡ് ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്റർ പ്രവർത്തനം തുടങ്ങിയത് എവിടെയാണ്? തിരുവനന്തപുരം വിമാനത്താവളം. ലോകത്തെ ആദ്യ സെൽഫ് പവേർഡ് ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്റർ പ്രവർത്തനം തുടങ്ങിയത് എവിടെ? തിരുവനന്തപുരം വിമാനത്താവളം.
കേരളത്തിൽ ഏത് ജില്ലയിലാണ് എംപോക്സ് സ്ഥിരീകരിച്ചത്? മലപ്പുറം. കേരളത്തിൽ ഏത് ജില്ലയിലാണ് എംപോക്സ് സ്ഥിരീകരിച്ചത്? മലപ്പുറം. നിയമപരമായി വിവാഹിതർ അല്ലെങ്കിൽ ഗാർഹിക പീഡന കുറ്റം നിലനിൽക്കില്ലെന്ന് വിലയിരുത്തിയ കോടതി? കേരള ഹൈക്കോടതി. നിയമപരമായി വിവാഹിതർ അല്ലെങ്കിൽ ഗാർഹിക പീഡന കുറ്റം നിലനിൽക്കില്ലെന്ന് വിലയിരുത്തിയ കോടതി? കേരള ഹൈക്കോടതി. അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയുടെ 2024 ബാലാമണിയമ്മ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ചാത്തനാത്ത് അച്യുതനുണ്ണി. അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയുടെ 2024 ബാലാമണിയമ്മ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ചാത്തനാത്ത് അച്യുതനുണ്ണി. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? NS മാധവൻ. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? NS മാധവൻ. നിത്യഹരിത നായകൻ പ്രേംനസീറിന്റെ ആദ്യത്തെ നായിക കൂടിയായ ചലച്ചിത്ര നടി അടുത്തിടെ അന്തരിച്ചു. പേരെന്താണ്? നെയ്യാറ്റിൻകര കോമളം. നിത്യഹരിത നായകൻ പ്രേംനസീറിന്റെ ആദ്യ നായിക കൂടിയായ ചലച്ചിത്ര നടി അടുത്തിടെ അന്തരിച്ചു. പേരെന്താണ്? നെയ്യാറ്റിൻകര കോമളം. ശബരിമല തീർത്ഥാടകരുടെ സഹായത്തിനായി പത്തനംതിട്ട ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയ AI ചാറ്റ്ബോട്ട് സ്വാമി ചാറ്റ്ബോട്ട്. ശബരിമല തീർത്ഥാടകരുടെ സഹായത്തിനായി പത്തനംതിട്ട ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയ AI ചാറ്റ്ബോട്ട് സ്വാമി ചാറ്റ്ബോട്ട്. ഹേമ കമ്മിറ്റിയുടെ നിയമനിർമ്മാണ നിർദ്ദേശങ്ങൾ ക്രോഡീകരിക്കാൻ അക്കമിസ് ക്യൂറിയായി നിയമിച്ചതാരെ? മിത സുധീന്ദ്രൻ. ഹേമ കമ്മിറ്റിയുടെ നിയമനിർമ്മാണ നിർദ്ദേശങ്ങൾ ക്രോഡീകരിക്കാൻ അക്കമിസ് ക്യൂറിയായി നിയമിച്ചതാരെയാണ്? മിത സുധീന്ദ്രൻ. മുഹമ്മദ് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ഈ വർഷത്തെ അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ടി പത്മനാഭൻ. മുഹമ്മദ് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ഈ വർഷത്തെ അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ടി പത്മനാഭൻ. 4ാമത് നെഹ്റു സർക്കുലർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മുല്ലപ്പള്ളി രാമചന്ദ്രൻ. 4ാമത് നെഹ്റു സർക്കുലർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മുല്ലപ്പള്ളി രാമചന്ദ്രൻ. IV ദാസ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രൊഫസർ M ലീലാവതി. IV ദാസ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രൊഫസർ M ലീലാവതി. സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഗ്രന്ഥശാല പ്രവർത്തകനുള്ള PN പണിക്കർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പൊൻകുന്നം സെയ്ദ്. സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഗ്രന്ഥശാല പ്രവർത്തകനുള്ള PN പണിക്കർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പൊൻകുന്നം സെയ്ദ്. ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷന്റെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗത്തിലെ 2024 പുരസ്കാരം ലഭിച്ച മലയാളി? പ്രൊഫസർ മഹ്മൂദ് കുരിയ. ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗത്തിലെ 2024 പുരസ്കാരം ലഭിച്ച മലയാളി? പ്രൊഫസർ മഹ്മൂദ് കുരിയ. പീരിയോഡിക് പട്ടികയിലെ മൂലകങ്ങളിൽ 1 മിനിറ്റിനുള്ളിൽ 62 മൂലകങ്ങളെ തിരിച്ചറിഞ്ഞ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? ദിതി S നായർ. പീരിയോഡിക് പട്ടികയിലെ മൂലകങ്ങളിൽ 1 മിനിറ്റിനുള്ളിൽ 62 മൂലകങ്ങളെ തിരിച്ചറിഞ്ഞ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? ദിതി S നായർ. 2024 ഹോളിവുഡ് മ്യൂസിക് ആൻഡ് മീഡിയ പുരസ്കാരം ലഭിച്ച മലയാള സിനിമ? ആടുജീവിതം. 2024 ഹോളിവുഡ് മ്യൂസിക് ആൻഡ് മീഡിയ പുരസ്കാരം ലഭിച്ച മലയാള സിനിമ? ആടുജീവിതം. ഈ വർഷത്തെ കേസരി നായനാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നിലമ്പൂർ ആയിഷ. ഈ വർഷത്തെ കേസരി നായനാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നിലമ്പൂർ ആയിഷ. റേഷൻ കാർഡിലെ തെറ്റുകൾ സൗജന്യമായി തിരുത്താനുള്ള കേരള ഗവൺമെന്റിന്റെ പദ്ധതി? തെളിമ. റേഷൻ കാർഡുകളിൽ തെറ്റുകൾ സൗജന്യമായി തിരുത്താനുള്ള കേരള ഗവൺമെന്റിന്റെ പദ്ധതി? തെളിമ. രാജ്യത്തെ ആദ്യത്തെ 24x7 ഓൺലൈൻ കോടതി പ്രവർത്തനം തുടങ്ങിയത് എവിടെ? കൊല്ലം. രാജ്യത്തെ ആദ്യത്തെ 24x7 ഓൺലൈൻ കോടതി പ്രവർത്തനം തുടങ്ങിയത് എവിടെ? കൊല്ലം. ഈ വർഷത്തെ അക്ഷര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? M മുകുന്ദൻ. ഈ വർഷത്തെ അക്ഷര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? M മുകുന്ദൻ. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഷാജി N കരുൺ. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഷാജി N കരുൺ. കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് വിദ്യാവാഹൻ. കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് വിദ്യാവാഹൻ. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏത്? വയനാട്. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏത്? വയനാട്. കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏത്? ശ്രുതി തരംഗം. കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏത്? ശ്രുതി തരംഗം.
കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ 1056. കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ 1056. COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽപ്പെടുന്നു? വൈറസ്. COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽപ്പെടുന്നു? വൈറസ്. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി താലോലം. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി താലോലം. മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെ കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏത്? VK മോഹൻ കമ്മീഷൻ. മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെ കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏത്? VK മോഹൻ കമ്മീഷൻ. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷ വയോമിത്രം. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷ വയോമിത്രം. കേരള ഗവൺമെന്റിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഏത്? സാരഥി. കേരള ഗവൺമെന്റിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഏത്? സാരഥി. നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഇടുക്കി. നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിവെച്ച പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പിലാക്കുന്നത്? കൊല്ലം. ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിവെച്ച പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പിലാക്കുന്നത്? കൊല്ലം. രണ്ടാം പിണറായി സർക്കാരിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് OR കേളു. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നാണ് MLA ആയത്? മാനന്തവാടി. രണ്ടാം പിണറായി സർക്കാരിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് OR കേളു. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നാണ് MLA ആയത്? മാനന്തവാടി. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവെള്ളം തുഴയുന്ന നീലപ്പൊന്മാനന് നൽകിയ പേര് നീലു. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവെള്ളം തുഴയുന്ന നീലപ്പൊന്മാനന് നൽകിയ പേര് നീലു. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിന്റെ പേര് കൈരളി. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിന്റെ പേര് കൈരളി. HIV ബാധിതരുടെ ടെസ്റ്റിംഗിനും കൗൺസിലിംഗിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനം ജ്യോതിസ്. HIV ബാധിതരുടെ ടെസ്റ്റിംഗിനും കൗൺസിലിംഗിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനം ജ്യോതിസ്. നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതി ശലഭം. നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതി ശലഭം. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപീകരിച്ച നൂതന പദ്ധതി അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപീകരിച്ച നൂതന പദ്ധതി അമൃതം ആരോഗ്യം. അന്താരാഷ്ട്ര നിലവാരമുള്ള സർവകലാശാലകളുടെ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിൽ നിന്നുള്ള സർവകലാശാല കേരള സർവകലാശാല. അന്താരാഷ്ട്ര നിലവാരമുള്ള സർവകലാശാലകളുടെ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിൽ നിന്നുള്ള സർവകലാശാല കേരള സർവകലാശാല. മികച്ച പാർലമെന്റേറിയനുള്ള TM ജേക്കബ് സ്മാരക പുരസ്കാരത്തിന് അർഹനായ ലോക്സഭാ അംഗം NK പ്രേമചന്ദ്രൻ. മികച്ച പാർലമെന്റേറിയനുള്ള TM ജേക്കബ് സ്മാരക പുരസ്കാരത്തിന് അർഹനായ ലോക്സഭാ അംഗം NK പ്രേമചന്ദ്രൻ. കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതി ഇമോചൻ. കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതി ഇമോചൻ. സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിച്ചത് ആരെയാണ്? പ്രണബ് ജ്യോതിനാഥ്. സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിച്ചത് ആരെ? പ്രണബ് ജ്യോതിനാഥ്. UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം നേടുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം തിരുവനന്തപുരം. UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം നേടുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം തിരുവനന്തപുരം. മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശത്തിന്റെ ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാനാകില്ലെന്നും നിരീക്ഷിച്ചത് ആരാണ്? കേരള ഹൈക്കോടതി. മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശത്തിന് ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാനാകില്ലെന്നും നിരീക്ഷിച്ചത് ആരാണ്? കേരള ഹൈക്കോടതി. അടുത്തിടെ അന്തരിച്ച വിവിധ ഭാഷകളിൽ നിന്ന് 107 കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ പ്രമുഖ വിവർത്തകൻ MP സദാശിവൻ. അടുത്തിടെ അന്തരിച്ച വിവിധ ഭാഷകളിൽ നിന്ന് 107 കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ പ്രമുഖ വിവർത്തകൻ MP സദാശിവൻ. അടുത്തിടെ അന്തരിച്ച കേരളത്തിലെ മുൻ ഫിഷറീസ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി MT പത്മ. അടുത്തിടെ അന്തരിച്ച കേരളത്തിലെ മുൻ ഫിഷറീസ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി MT പത്മ. തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രൂപവൽക്കരണത്തിന് 2024 ജൂലൈ 1 എത്ര വർഷം തികഞ്ഞു? 75 വർഷം. തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രൂപവൽക്കരണത്തിന് 2024 ജൂലൈ 1 എത്ര വർഷം തികഞ്ഞു? 75 വർഷം.
കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? രവി അഗർവാൾ. കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? രവി അഗർവാൾ. 2024 ജൂലൈ 1 പ്രാബല്യത്തിൽ വന്ന ഭാരത് ന്യായ സംഹിത പ്രകാരം സംസ്ഥാനത്ത് ആദ്യ FIR രജിസ്റ്റർ ചെയ്ത പോലീസ് സ്റ്റേഷൻ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ. 2024 ജൂലൈ 1 പ്രാബല്യത്തിൽ വന്ന ഭാരത് ന്യായ സംഹിത പ്രകാരം സംസ്ഥാനത്ത് ആദ്യ FIR രജിസ്റ്റർ ചെയ്ത പോലീസ് സ്റ്റേഷൻ കൊണ്ടോട്ടി മലപ്പുറം. 2023 രാജ്യത്തെ ജന്തുജാലങ്ങളുടെ പുതിയ പട്ടികയിൽ ഏറ്റവും കൂടുതൽ ഇനങ്ങളെ ചേർത്ത സംസ്ഥാനം കേരളം. 2023 രാജ്യത്തെ ജന്തുജാലങ്ങളുടെ പുതിയ പട്ടികയിൽ ഏറ്റവും കൂടുതൽ ഇനങ്ങളെ ചേർത്ത സംസ്ഥാനം കേരളം. കൊല്ലത്തെ ശക്തികുളങ്ങര ഫിഷിംഗ് ഹാർബറിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഗോൾഡ് ഫിഷ് സ്രാവിന്റെ പേര് സ്ക്വാലസ് ഹിമ. കൊല്ലത്തെ ശക്തികുളങ്ങര ഫിഷിംഗ് ഹാർബറിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഗോൾഡ് ഫിഷ് സ്രാവിന്റെ പേര് സ്ക്വാലസ് ഹിമ. അടുത്തിടെ പൊതുരേഖാ ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം കേരളം. അടുത്തിടെ പൊതുരേഖാ ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം കേരളം. സംസ്ഥാന ഓഫീസുകളിലെ ജോലിയിൽ സർക്കാർ ഓഫീസുകളിലെ ജോലിയിൽ സഹായിക്കുന്നതിനായി കെൽട്രോൺ വികസിപ്പിച്ചെടുത്ത AI സോഫ്റ്റ്വെയർ ടൂളുകൾ ഡിജി സ്മാർട്ട് കെല്ലി. സർക്കാർ ഓഫീസുകളിലെ ജോലിയിൽ സഹായിക്കുന്നതിനായി കെൽട്രോൺ വികസിപ്പിച്ചെടുത്ത AI സോഫ്റ്റ്വെയർ ടൂളുകൾ ഡിജി സ്മാർട്ട് കെല്ലി. പുരപ്പുറ സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി സൂര്യഘർ പദ്ധതിയിൽ കേരളത്തിന്റെ സ്ഥാനം 3. പുരപ്പുറ സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി സൂര്യഘർ പദ്ധതിയിൽ കേരളത്തിന്റെ സ്ഥാനം 3. 2024 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം നീലു എന്നു പേരുള്ള പൊന്മാൻ. 2024 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം നീലു എന്നു പേരുള്ള പൊന്മാൻ. രാജ്യത്തെ ആദ്യത്തെ മഴ മാപ്പിനി വെബ്സൈറ്റ് തുടങ്ങിയത് എവിടെ? വയനാട്. രാജ്യത്തെ ആദ്യത്തെ മഴ മാപ്പിനി വെബ്സൈറ്റ് തുടങ്ങിയത് എവിടെ? വയനാട്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ രാജ്യത്ത് ആദ്യമായി മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ രാജ്യത്ത് ആദ്യമായി മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. കുട്ടികളുടെ ഭാവി സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന നിക്ഷേപ പദ്ധതി NPS വാത്സല്യ. കുട്ടികളുടെ ഭാവി സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന നിക്ഷേപ പദ്ധതി NPS വാത്സല്യ. ഓണപ്പൂക്കളത്തിന് പൂക്കളും സദ്യക്ക് വിഷരഹിത പച്ചക്കറികളും ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ 2024 കുടുംബശ്രീ നടപ്പിലാക്കിയ പദ്ധതി പുഷ്പകൃഷി നിറപ്പൊലിമ 2024 വിഷരഹിത പച്ചക്കറി ഓണക്കരി 2024. ഓണപ്പൂക്കളത്തിന് പൂക്കളും സദ്യക്ക് വിഷരഹിത പച്ചക്കറികളും ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ 2024 കുടുംബശ്രീ നടപ്പിലാക്കിയ പദ്ധതി പുഷ്പകൃഷി നിറപ്പൊലിമ 2024 വിഷരഹിത പച്ചക്കറി ഓണക്കരി 2024. കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതി ധ്വനി. കോക്ലിയർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ പദ്ധതി ധ്വനി. ശ്രവണ വൈകല്യം പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിയുകയും സംസാരവും ഭാഷാ വികാസവും പ്രാപ്തമാക്കുന്നതിനുമായി സ്കൂൾ വിദ്യാഭ്യാസത്തിന് മുമ്പ് തന്നെ ഉചിതമായ ഇടപെടലുകൾ നടത്തുന്നതിന് ആരംഭിച്ച പദ്ധതി കാതോരം. ശ്രവണ വൈകല്യം പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിയുകയും സംസാരവും ഭാഷാ വികാസവും പ്രാപ്തമാക്കുന്നതിനുമായി സ്കൂൾ വിദ്യാഭ്യാസത്തിന് മുൻപ് തന്നെ ഉചിതമായ ഇടപെടലുകൾ നടത്തുന്നതിന് ആരംഭിച്ച പദ്ധതി കാതോരം. കേൾവി പരിമിതി നേരിടുന്നവർക്ക് ഇയർമോഡോടു കൂടിയ ഡിജിറ്റൽ ശ്രവണ സഹായികൾ ലഭ്യമാക്കുന്നതിനായി കേരള വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതി ശ്രവൺ. കേൾവി പരിമിതി നേടുന്നവർക്ക് ഇയർമോഡോടു കൂടിയ ഡിജിറ്റൽ ശ്രവണ സഹായികൾ ലഭ്യമാക്കുന്നതിനായി കേരള വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതി ശ്രവൺ. 2024 സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 2024 സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ആരംഭിച്ച രാജ്യത്തെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി രാജ്യാന്തര വിമാനത്താവളം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ആരംഭിച്ച രാജ്യത്തെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി രാജ്യാന്തര വിമാനത്താവളം. ലോകത്തെ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ വിമാനത്താവളം കൊച്ചി രാജ്യാന്തര വിമാനത്താവളം. ലോകത്തെ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ വിമാനത്താവളം കൊച്ചി രാജ്യാന്തര വിമാനത്താവളം. ഒരു കലണ്ടർ വർഷത്തിൽ 1 കോടി യാത്രക്കാർ എന്ന ചരിത്ര നേട്ടം കൈവരിക്കുന്ന കേരളത്തിലെ ആദ്യ വിമാനത്താവളം കൊച്ചി രാജ്യാന്തര വിമാനത്താവളം അതാ സിയാൽ. ഒരു കലണ്ടർ വർഷത്തിൽ 1 കോടി യാത്രക്കാർ എന്ന ചരിത്ര നേട്ടം കൈവരിക്കുന്ന കേരളത്തിലെ ആദ്യ വിമാനത്താവളം സിയാൽ അഥവാ കൊച്ചി രാജ്യാന്തര വിമാനത്താവളം. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇൻഡസ്ട്രി സെന്റർ ഓഫ് എക്സലൻസ് ഫോർ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ സീറോ വേസ്റ്റ് ടു ലാൻഡ് ഫീൽഡ് അംഗീകാരം നേടുന്ന രാജ്യത്തെ ആദ്യത്തെ വിമാനത്താവളം തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം.
കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി സെന്റർ ഓഫ് എക്സലൻസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സീറോ വേസ്റ്റ് ടു ലാൻഡ്ഫിൽ അംഗീകാരം നേടുന്ന രാജ്യത്തെ ആദ്യത്തെ വിമാനത്താവളം തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം. ആയുർവേദം, യോഗ, പ്രകൃതി ചികിത്സ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി തുടങ്ങിയ ചികിത്സാ സമ്പ്രദായങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് കേരള സർക്കാർ 2015 ഓഗസ്റ്റ് 5 രൂപീകരിച്ച വകുപ്പ് ആയുഷ് വകുപ്പ്. ആയുർവേദം, യോഗ, പ്രകൃതി ചികിത്സ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി തുടങ്ങിയ ചികിത്സാ സമ്പ്രദായങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് കേരള സർക്കാർ 2015 ഓഗസ്റ്റ് 5 രൂപീകരിച്ച വകുപ്പ് ആയുഷ് വകുപ്പ്. ആയുഷ് വകുപ്പിന്റെ ആസ്ഥാന മന്ദിരം തിരുവനന്തപുരം. ആയുഷ് വകുപ്പിന്റെ ആസ്ഥാന മന്ദിരം തിരുവനന്തപുരം. ഇന്ത്യയിൽ ആയുഷ് വകുപ്പ് രൂപീകരിച്ച മൂന്നാമത്തെ സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആയുഷ് വകുപ്പ് രൂപീകരിച്ച മൂന്നാമത്തെ സംസ്ഥാനം കേരളം. സംസ്ഥാന സർക്കാരിന്റെ ആദ്യത്തെ വർക്ക് നിയർ ഹോം കമ്മ്യൂൺ സ്ഥാപിച്ചത് എവിടെ? കൊട്ടാരക്കര. സംസ്ഥാന സർക്കാരിന്റെ ആദ്യത്തെ വർക്ക് നിയർ ഹോം കമ്മ്യൂൺ സ്ഥാപിച്ചത് എവിടെ? കൊട്ടാരക്കര. IT അനുബന്ധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് വീടിനടുത്ത് തൊഴിലെടുക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതി വർക്ക് നിയർ ഹോം. IT അനുബന്ധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് വീടിനടുത്ത് തൊഴിലെടുക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതി വർക്ക് നിയർ ഹോം. 60 വർഷം കഴിഞ്ഞ BPL വരുമാന പരിധിയിൽ ഉൾപ്പെട്ട വയോജനങ്ങൾക്ക് ആരോഗ്യ പരിപാലനത്തിനായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതി വയോമധുരം. 60 വയസ്സ് കഴിഞ്ഞ BPL വരുമാന പരിധിയിൽ ഉൾപ്പെട്ട വയോജനങ്ങൾക്ക് ആരോഗ്യ പരിപാലനത്തിനായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതി വയോമധുരം. സാമൂഹിക നീതി വകുപ്പിന് കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഭാരതീയ ചികിത്സാ വകുപ്പ് വഴി 2014-15 മുതൽ നടപ്പിലാക്കി വരുന്ന ചികിത്സാ പദ്ധതി വയോ അമൃതം. സാമൂഹിക നീതി വകുപ്പിന് കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഭാരതീയ ചികിത്സാ വകുപ്പ് വഴി 2014-15 മുതൽ നടപ്പിലാക്കി വരുന്ന ചികിത്സാ പദ്ധതി വയോ അമൃതം. മുതിർന്ന പൗരന്മാർ വീടുകളിൽ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകൾ ഒഴിവാക്കുക, പോഷകാഹാരം ഉറപ്പാക്കുക, മാനസിക ഉല്ലാസ പരിപാടികളിൽ പങ്കാളികളാക്കുക, കൗൺസിലിംഗ് സേവനം ലഭ്യമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ പകൽ പരിപാലന കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതി സായം പ്രഭ ഹോം. മുതിർന്ന പൗരന്മാർ വീടുകളിൽ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകൾ ഒഴിവാക്കുക, പോഷകാഹാരം ഉറപ്പാക്കുക, മാനസിക ഉല്ലാസ പരിപാടികളിൽ പങ്കാളികളാക്കുക, കൗൺസിലിംഗ് സേവനം ലഭ്യമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുടെ പകൽ പരിപാലന കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതി സായം പ്രഭ ഹോം. വർഷം 5 ലക്ഷം പേർക്ക് ജോലി, 2 ലക്ഷം പേർക്ക് പരിശീലനം നൽകുന്ന കേരള നോളജ് ഇക്കോണമി മിഷന്റെ പദ്ധതി വിജ്ഞാന കേരളം. വർഷം 5 ലക്ഷം പേർക്ക് ജോലി, 2 ലക്ഷം പേർക്ക് പരിശീലനം നൽകുന്ന കേരള നോളജ് ഇക്കോണമി മിഷന്റെ പദ്ധതി വിജ്ഞാന കേരളം. കേരളത്തിൽ ആദ്യമായി സ്കിൻ ബാങ്ക് ആരംഭിക്കുന്നത് എവിടെ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. കേരളത്തിൽ ആദ്യമായിട്ട് സ്കിൻ ബാങ്ക് ആരംഭിക്കുന്നത് എവിടെ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഫ്യൂച്ചർ ലാബ് സെന്റർ ആരംഭിച്ചത് എവിടെ? ടെക്നോ പാർക്ക്, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഫ്യൂച്ചർ ലാബ് സെന്റർ ആരംഭിച്ചത് എവിടെ? തിരുവനന്തപുരം, ടെക്നോ പാർക്ക്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇതിന്റെ PDF അവൈലബിൾ ആണ്. PDF വേണ്ടവര് ഇൻസ്റ്റാഗ്രാമിലോ മെയിലായിട്ട് കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.